ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്താകാലം 2-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ നാം ധ്യാനിക്കുകയാണ്. ലോക ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ കാരണമായ ഒരു കന്യകയെക്കുറിച്ചും ആ കന്യക സ്വന്തമാക്കിയ മംഗളവാർത്തയെക്കുറിച്ചും നാം ഇന്ന് ധ്യാനിക്കുന്നു. അത് പരിശുദ്ധ കന്യകാമറിയം. ഗലീലയിലെ നസറത്ത് എന്ന ഒരു ചെറുപട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ ഒരു പുരുഷനുമായി വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെടുകയാണ്. ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെട്ട് അവളെ അഭിസംബോധന ചെയ്യുന്ന ഇപ്രകാരമാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കണ്ട് അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കന്യകയുടെ അടുത്തേക്കാണ് ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെടുന്നത്. അഭിവാദനം കേട്ടപ്പോഴേ പരിശുദ്ധ കന്യകാമറിയം അസ്വസ്ഥയാവുകയാണ്. കാരണം താൻ ശ്രവിക്കുന്ന മംഗളവാർത്ത അത്രമേൽ മനുഷ്യബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതാണെന്ന് അവൾക്ക് തോന്നിയില്ല. എന്നിട്ടും ഇതെങ്ങനെ സംഭവിക്കുമെന്നൊരു മറു ചോദ്യം, സാധാരണ ചോദ്യം അവൾ ഗബ്രിയേൽ ദൂതനോട് ചോദിക്കുകയാണ്. അതിന് മറുപടി എന്നോണം ഗബ്രിയേൽ ദൂതൻ അവളെ അറിയിക്കുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. തനിക്ക് ലഭിച്ച മംഗളവാർത്ത തനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ ലോകത്തിന് മുഴുവനുമായി ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്ന പരിശുദ്ധ മറിയം അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഗബ്രിയേൽ ദൂതൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഉടനടി പരിശുദ്ധ അമ്മ മറുപടി പറയുന്നു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്ത നമ്മുടെയും ജീവിതത്തിൽ രക്ഷാകരമായി മാറി. നാമും മംഗളവാർത്തകൾ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, പലപ്പോഴും സ്വീകരിച്ചവരുമാണ്. മംഗളവാർത്തകൾ സ്വീകരിക്കാൻ മാത്രം ദൈവകൃപകൾ നിറഞ്ഞവരാണോ നാം എന്നുള്ളതാണ് ഈ ആഴ്ച നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. ദൈവകൃപകൾ സ്വന്തമാക്കാൻ മാത്രം കർത്താവ് കൂടെയുള്ളവരാണോ നാം? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച മംഗളവാർത്തകൾക്ക് നമ്മുടെയും പ്രതികരണങ്ങൾ പലപ്പോഴും അസ്വസ്ഥപ്പെടലുകളായിരിക്കാം. കാരണം ഒരു സാധാരണ മനുഷ്യന് താങ്ങാനാവുന്ന തരത്തിലുള്ള മംഗളവാർത്തകളായിരിക്കണം എന്നില്ല പലപ്പോഴും നാം സ്വീകരിച്ചത്. കർത്താവിന് മുൻപിൽ സഹനങ്ങളും വേദനകളും നിറഞ്ഞ പല മംഗളവാർത്തകളും നാം സ്വീകരിച്ചപ്പോഴും കർത്താവ് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിക്കൊണ്ട് അതിനെ നിറവേറ്റപ്പെടാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ വളർത്തിയിട്ടുമുണ്ട്. മംഗളവാർത്തകൾ എപ്പോഴും ഭൗതികമായ സന്തോഷകരമായ കാര്യങ്ങൾ കൊണ്ട് നിറയപ്പെടുന്നതല്ല, മറിച്ച് ആത്മീയ ആനന്ദത്തിൻ്റെ നിർവൃതി കൂടിയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്തയ്ക്ക് എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മ സംശയകരമായ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? ഈ കാലഘട്ടത്തിലും രക്ഷാകര സംഭവത്തിനെതിരെ ഉയർന്നു വരുന്നൊരു ചോദ്യം തന്നെയാണ്, ഇതെങ്ങനെ സംഭവിക്കും? കാരണം സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറമാണ് രക്ഷാകര സംഭവം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ മുന്നേ ചോദിച്ച ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുക, അത് രക്ഷാകര സംഭവങ്ങൾ മനസ്സിലാക്കാൻ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏറ്റവും അടുത്തൊരുക്കത്തിലായിരിക്കുന്ന നാമും ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മംഗളവാർത്തയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നല്ല ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.